ഗേറ്റിനടുത്ത് നിന്നാൽ അടിക്കടി സ്ട്രക്ചറുമായി ഓടിപ്പോകുന്ന ഫയർഫോഴ്സ് ജീവനക്കാരെ കാണാം. ഒപ്പം പോലീസും വനംവകുപ്പ് ജീവനക്കാരും ഉണ്ടാകും. ഈ ഓട്ടം സത്യത്തിൽ കാനനപ്പാതയിൽ കുടുങ്ങിയവരെ രക്ഷിച്ച് സന്നിധാനത്തെത്തിക്കാനാണ്. നമുക്കൊരു 3 പോയിന്റ് ഉണ്ട്. കരുതക്കുഴിയിൽ നിന്ന് അവസാനത്തെ സമയം ഒരു എത്ര സമയമാണെങ്കിലും, അത് 10 മണിയായാലും 11 മണിയായാലും എത്ര മണിയാണെങ്കിലും അവസാനത്തെ സമയമായിട്ട് ആ 3 പോയിന്റിലേക്ക് സ്വാമിമാരുമായിട്ട് നമുക്കിവിടെ എത്തിച്ചേരുക. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും മറ്റ് സന്നദ്ധ സേവനത്തിനുള്ള ആൾക്കാരുടെ സഹായങ്ങൾ നേടുക എന്നുള്ളതാണ്. പെരിയാർ കടുവ സംഗീതത്തിൽ കൂടിയുള്ള അയ്യപ്പന്മാരുടെ യാത്രയിൽ തുണ അയ്യപ്പസ്വാമി മാത്രമല്ല, അതീവ സുരക്ഷയൊരുക്കി ഭക്തരുടെ കൂടെ നിൽക്കുന്ന ഈ സേനകൾ കൂടിയാണ്. മൊത്തത്തിൽ സന്നിധാനത്ത് ഉള്ള കോളുകളുടെ എണ്ണം ഏകദേശം 380-ലധികമാണ്. അപ്പം നമ്മൾ ദിവസം ഏകദേശം ഒരു 10-12ഓളം കോളുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത് പല ഭാഗങ്ങളായിട്ട് കൈതക്കുഴി, അതുപോലെ തന്നെ പുൽമേട് ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. കാനനപ്പാതയിൽ കയറിയവർ നേരം ഇരുട്ടുന്നതിന് മുൻപ് പാണ്ടിത്താവളത്തിലെ ചെക്ക് പോയിന്റിൽ എത്തിയില്ലെങ്കിൽ സ്ഥിതി പാടെ മാറും. സേനാംഗങ്ങൾ ഇവരെ തേടി വനത്തിലേക്ക് തിരിക്കും. സുരക്ഷിതരായി ഭക്തരെ സന്നിധാനത്തെത്തിക്കുന്നത് വരെയുള്ള നീണ്ട ദൗത്യം. മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.